കാർഷിക ലോകത്തിലെ സാങ്കേതിക വിദ്യകൾ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിക്ഷൻ സ്റ്റോറികളിൽ നിറഞ്ഞിരുന്ന ദിനോസർ പോലുള്ള വന്യമൃഗങ്ങളെ വരെ യഥാർത്ഥത്തിലേക്ക് മാറ്റുന്നത് അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ് ലോകം. 12,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ച ജീവനുകളെ പുനർജനിപ്പിക്കുന്ന കാലഘട്ടത്തിലേക്ക് കാലുകുത്തുമ്പോൾ ഒരു പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ടെക്സോസിലെ ബയോടെക് കമ്പനിയായ ഗ്ലോസൽ ബയോസയൻസ്. 12,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഹിമയുഗത്തിലെ ഇനമായ ഒരു കൊടും ചെന്നായിയെ പുനർജീവിപ്പിച്ചിരിക്കുകയാണ്, അതും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ. ഡെയർ വോൾഫ് 12,000 വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്കയുടെ തണുപ്പുകൾക്കപ്പുറം അമേരിക്കൻ ഭൂമിയിൽ കൊടുങ്കാറ്റുപോലെ ജീവിച്ചിരുന്ന ഒരു ഭയങ്കര ചെന്നായ ആയിരുന്നു അത്. കുതിരകളും വലിയ വലിയ ആനകളുമായിരുന്നു അതിൻ്റെ ചെറിയ ഇരകൾ. ഇതുവരെ അതിൻ്റെ ജീൻ മനുഷ്യൻ കാത്തു സൂക്ഷിച്ചിരുന്നത് എന്തിനായിരുന്നു? ഡെയർവോൾഫ് മനുഷ്യൻ നേരിട്ടിരുന്ന ഒരു മൃഗമായിരുന്നില്ല, പക്ഷേ അതിൻ്റെ അവശേഷങ്ങൾ, അതിൻ്റെ പല്ലുകൾ, അതിൻ്റെ ആകൃതി മനുഷ്യൻ്റെ ഭീതിയും കൗതുകവും ഒരുപോലെ സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഡെയർവോൾഫിനെ ചുറ്റിപ്പറ്റി ഒട്ടനേകം കഥകൾ ലോകത്ത് പരന്നിരുന്നു. ഗെയിം ഓഫ് ത്രോണസിലൂടെ അതിന് വീണ്ടും ജനപ്രീതി ലഭിച്ചു. പക്ഷേ അതൊരു ഫിക്ഷൻ മാത്രമായിരുന്നില്ല, അതൊരു യഥാർത്ഥമായിരുന്നു. നാം മറന്നുപോയ, പക്ഷേ ഭൂമി ഒരിക്കലും മറക്കാൻ തയ്യാറല്ലായിരുന്ന ഒരു യഥാർത്ഥ കഥ. ഇപ്പോൾ ടെക്സോസിന്റെ മണ്ണിൽ അത് വീണ്ടും കാലുകുത്തിയിരിക്കുകയാണ്. ഗ്ലോസൽ എന്ന ശാസ്ത്രത്തിന്റെ കരുത്തിൽ നിഗൂഢതയ്ക്ക് പകരം ഇനി അതിൻ്റെ പേര് ജീവത്തുടിപ്പിന്റെ മറ്റൊരു രൂപമായിരിക്കും. ലോകത്തിലെ ആദ്യത്തെ ഈ ചരിത്ര നേട്ടം മനുഷ്യൻ വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിമയുഗത്തിലെ ഡെയർവോൾഫ് 12,000 വർഷങ്ങൾക്ക് ശേഷം ഭൂമി എന്ന ഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നു എങ്കിൽ ലോകം ചിന്തിക്കുന്നത് ഇനി ആര് എന്ന ചോദ്യചിഹ്നത്തിലേക്കാണ്. ടെക്സോസിലെ ഗ്ലോസൽ ബയോസയൻസ് എന്ന ബയോടെക് കമ്പനിയാണ് വർഷങ്ങളുടെ പരിശ്രമത്തിനൊടുവിൽ ഡെയർവോൾഫിന് ജീവൻ നൽകിയത്. എന്നാൽ അവരുടെ ലക്ഷ്യം ഇതിലും വലുതാണെന്നതാണ് ചോദ്യങ്ങളുടെ ഉത്തരത്തിന് ശക്തി പകരുന്നത്. ഗ്ലോസൽ ബയോസയൻസിന്റെ ലക്ഷ്യങ്ങൾ മനുഷ്യനെ ചിന്തിക്കാൻ പോലും കഴിയാത്തതിലും അപ്പുറമാണ്. വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച മൃഗങ്ങളെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അതിൽ വോളി മാമൂത്തും ഡോഡോ പക്ഷിയും അങ്ങനെ ഒട്ടനേകം വന്യമൃഗങ്ങൾ. ഗ്ലോസൽ ബയോസയൻസിനെ പോലുള്ള ബയോടെക് കമ്പനികൾ ഇതിനായി നിരന്തരം പരിശ്രമം ആഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2028 ഹോളി മാമത്ത് എന്ന വലിയ ആ ആന ഭൂമിയിലേക്ക് കാലുകുത്തുമെന്നത് നിസ്സംശയം ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. അതെ, ഒരു കാലഘട്ടമുണ്ടായിരുന്നു അങ്ങ് 12,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ സ്വപ്നങ്ങളിൽ പോലും കാലുവെച്ചിട്ടില്ലാത്ത ഭൂമിയുടെ തണുത്തുറച്ച ഹൃദയത്തിൽ മഞ്ഞിന്റെ മറവിൽ ഒരു മഹത്തായ ജീവി ജീവിച്ചിരുന്നു. അതെ, വോളി മാമൂത്ത്. മനുഷ്യൻ ഈ മഹത്തായ ജീവിയെ അവരുടെ കഥകളിലും ചിത്രങ്ങളിലും ആലോചനകളിലും കണ്ടു. എന്നാൽ ഇവയുടെ വംശനാശം മനുഷ്യന്റെ കൈകളിലൂടെയോ പ്രകൃതിയുടെ വഴികളിലൂടെയോ സംഭവിച്ചു. നിഗൂഢതകൾ ഒരിക്കലും മറഞ്ഞു പോയിട്ടില്ല. അവ കാത്തിരിക്കുന്നു വീണ്ടും ഉയരാൻ, വീണ്ടും ജീവിക്കാൻ. നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ ബയോടെക് കമ്പനികൾ ഇതിനായി നിരന്തര പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വോളി മാമൂത്തുകളുടെ തണുത്തുറച്ച ഐസ് പാളികളിൽ നിന്നും ലഭിച്ച ഫോസിലുകളിൽ നിന്നും DNA ശേഖരിച്ച് ഏഷ്യൻ ആനകളിൽ DNA എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വോളി മാമൂത്തിനോട് സാമ്യമായിട്ടുള്ള ആനകളെ നിർമ്മിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്ലോസൽ ബയോസയൻസ് ഇതിനകം തന്നെ CRISPR ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ വോളി മാമൂത്തുകളെ ഇതുവരെ പൂർണ്ണമായി പുനഃജീവിപ്പിച്ചിട്ടില്ലെങ്കിലും മാമൂത്തിന്റെ ശ്രദ്ധേയമായ ജനിതക സവിശേഷതകളിലൂടെ ഒരു വോളി എലിയെ വളർത്തുന്നത് ഉൾപ്പെടെ കമ്പനി ഇതിനകം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ശ്രദ്ധേയമായ കാര്യം, സ്റ്റോറികളിലും VFXിലും നിറഞ്ഞു നിന്നിരുന്ന വന്യമൃഗങ്ങൾ ഇനി ഭൂമിയിലേക്ക് കാലുകുത്താൻ ഇനി അധികം നാളുകളില്ല. 2024 ഒക്ടോബറിലാണ് ലോകത്തിന് ഒരു പുതിയ ചുവടുവയ്പായിക്കൊണ്ട് ഗ്ലോസൽ ബയോസയൻസ് കമ്പനിയിൽ 3 ഡെയർവോൾഫുകൾ ജനനമെടുക്കുന്നത്. 2021 സംരംഭകനായ ബെല്ലാമും ഹാർവാർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ലോക പ്രശസ്ത ജീവശാസ്ത്രജ്ഞനായ ജോർജ് ചർച്ചും ചേർന്നാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചെടുത്തത്. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാനും
ജനിതക സാങ്കേതിക വിദ്യകളിലൂടെ ജീവികളെ തിരികെ കൊണ്ടുവരാനുമായിരുന്നു അന്നത്തെ അവരുടെ ലക്ഷ്യം. 70,000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഡെയർവോൾഫിന്റെ പല്ലിൽ നിന്നും 15,000 വർഷങ്ങൾ മുമ്പുള്ള ഒരു ഡെയർവോൾഫിന്റെ ചെവിയിൽ നിന്നുമുള്ള DNA ക്ലോണിങ്ങിന് വിധേയമാക്കി ജീനോമിക് എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ ജീൻ ഭൂപടം നിർമ്മിച്ചു. ഡെയർവോൾഫുകളുടെ പ്രധാന സവിശേഷതകൾ അവർ പഠിച്ചു മനസ്സിലാക്കി. കൂർത്ത പല്ലുകളും നീണ്ട രോമങ്ങളും മഞ്ഞുപാളികളിൽ അവരുടെ സംരക്ഷണ കവചമായിട്ടുള്ള തൊലികളുമെല്ലാം അവർ ജീനുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. നീണ്ടകാലത്തെ റിസർച്ചുകളും പഠനങ്ങളും ഇതിനായി അവർ മാറ്റിവെച്ചു. ഒരു ചെറിയ ജീവത്തുടിപ്പിന് വേണ്ടി വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു ടെക്സോസിലെ ആ ബയോടെക് കമ്പനി മാറ്റിവെച്ചിരുന്നത്. ഈ ഭൂപടത്തിനോടെല്ലാം സാമ്യമായിട്ടുള്ള ഇവരുടെ അടുത്ത തലമുറയിൽപ്പെട്ടിട്ടുള്ള ചെന്നായ്ക്കളിൽ ഇത് പരീക്ഷിക്കാൻ ആരംഭിച്ചു. അതിൽ അവർക്ക് ഏറ്റവും സാമ്യമായിട്ടുള്ള വോൾഫ് ബ്രൗൺ വോൾഫ് ആയിരുന്നു. ഇതുവരെ കൂട്ടിച്ചേർത്തതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ ചെന്നായ്ക്കളുടെ ജീനം നിർമ്മിച്ചെടുത്തു. ഇതോടെ തലയോട്ടിയുടെ നീളവും ഇരയായിട്ടുള്ള കാട്ടുപോത്തിനെയും ആനയെയുമെല്ലാം കീഴ്പ്പെടുത്താൻ ശക്തിയേകുന്ന താടിയെല്ലിന്റെ ബലവും തണുപ്പിൽ നിന്നും കവചമായിട്ടുള്ള രോമങ്ങളുടെ കനവും പേശികളുടെ അളവ് എന്നിവയുൾപ്പെടെ ചില സവിശേഷതകൾ ഉൾപ്പെടുത്തുന്നതിനായി അവർ ഇന്നത്തെ ചാര ചെന്നായികളിൽ ജനിതകമായി പരിഷ്കരണം ആരംഭിച്ചു. അങ്ങനെ അതിൻ്റെ 20 അവയവങ്ങളിൽ 19 അവയവങ്ങൾക്കും മാറ്റം സൃഷ്ടിച്ചെടുത്തു. ഉറക്കമില്ലാത്ത ആ പരിശ്രമത്തിന് ഒരു വിരാമമായിക്കൊണ്ട് 2024 ഒക്ടോബറിൽ ആ ഡെയർവോൾഫുകൾ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ മാറ്റം കുറിച്ചുകൊണ്ട് ടെക്സസിലെ ബയോടെക് കമ്പനിയിൽ കാലുകുത്തി. റോമുലസ്, റമസ് എന്നീ 2 ആൺവോൾഫുകളും ഖലീസി എന്ന ഒരു പെൺകുട്ടിയുമാണ് ഡെയർവോൾഫ് വർഗത്തിന്റെ ആദ്യ പുനർജന്മത്തിലൂടെ ഈ ഗ്രഹത്തിലേക്ക് തിരികെ വന്നത്. വടക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റിലെ സോൺ അൽഫ എന്നറിയപ്പെടുന്ന 2000 ഏക്കർ സംരക്ഷണ കേന്ദ്രത്തിലാണ് അവ താമസിക്കുന്നത്. അവയുടെ ആരോഗ്യവും പെരുമാറ്റവും നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംരക്ഷിത സ്ഥലമാണിത്. നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണത്തിന്റെ ഭാഗമായി അവർക്ക് ഗോമാംസം, വേട്ടമൃഗം, കുതിരയിറച്ചി എന്നിവ നൽകുന്നുണ്ട്. ഇത് ക്രമേണ അവ വളരുംതോറും പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങുന്ന ഇരപിടി ഭക്ഷണത്തിലേക്ക് വഴിമാറുകയും ചെയ്യും. അവ ആരോഗ്യത്തോടെയും സുരക്ഷിതമായും തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ശാസ്ത്രജ്ഞർ അവയുടെ വികസനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ആ കമ്പനിയുടെ ഈ ഒരു വലിയ ചുവടുവെപ്പ് ലോകത്തിന്റെ തന്നെ ഒരു വലിയ മാറ്റത്തിനായുള്ള നാഴികക്കല്ലായി മാറി. മനുഷ്യനിലൂടെയോ പ്രകൃതിയുടെ വഴികളിലൂടെയോ വംശനാശത്തിന്റെ കടിയിൽ അകപ്പെട്ട വന്യമൃഗങ്ങളുടെ തിരിച്ചുവരവ് ഇനി ഈ ലോകത്തെ എങ്ങോട്ടെത്തിക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂടെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.